ഉത്തരാഖണ്ഡ് ട്രിപ്പിലെ ഡേ 8 ഋഷികേശ് പാർട്ട് 2ലേക്ക് സ്വാഗതം. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ലോക്കൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. കസിൻ്റെ ബൈക്ക് ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ എങ്ങനെയോ അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് സ്പ്രിങ് പൊട്ടി. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിക് ഷോപ്പ് തപ്പലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ആദ്യം പോയത് ഋഷികേശിലെ ഫസ്റ്റ് അട്രാക്ഷനായ ഹിസ്റ്റോറിക് രാംജൂല കാണാനായിരുന്നു. ഗംഗാ നദിക്ക് മുകളിലൂടെ നിൽക്കുന്നൊരു ഹ്യൂജ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഋഷികേശിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണത്. ട്രാവലേഴ്സ്, ബൈക്കേഴ്സ്, ടൂറിസ്റ്റ് എല്ലാവരും ആ ബ്രിഡ്ജിലൂടെ പോകുന്നത് കാണാൻ തന്നെ ഒരു വല്ലാത്ത വൈബാണ്. ഋഷികേശിൽ ഇതുപോലെ മറ്റൊരു ബ്രിഡ്ജും കൂടെയുണ്ട്, ലക്ഷ്മൺ ജൂല. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് പിലിയൻ സീറ്റിലിരുന്ന് റൈഡ് എൻജോയ് ചെയ്തു. എൻ്റെ ബൈക്കിനും റെസ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫേമസ് ബീറ്റിൽസ് ആശ്രം. 1968 ലെജൻഡറി ബ്രിട്ടീഷ് ബാൻഡായ ദ ബീറ്റിൽസ് ഇവിടെ വന്ന് മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ടാണ് ഈ പ്ലേസ് ഇത്രയും ഫേമസ് ആയത്. ഒഫീഷ്യലി ഇതിനെ ചൗരാസി കുട്ടി എന്നാണ് വിളിക്കുന്നത്, അതായത് 84 ഹെർട്സ്. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ അറകൾ. ഫോറസ്റ്റിന് നടുക്ക് രാജാജി നാഷണൽ പാർക്കിലുള്ള ഒരു ഹ്യൂജ് ഏരിയ, പക്കാ സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ. അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ മെഡിറ്റേഷൻ ചേമ്പേഴ്സ്. ഗംഗാ നദിയിലെ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ അറകൾ. ഇപ്പോൾ പലതും പുളിയറായിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അകത്ത് നിൽക്കുമ്പോൾ പുറത്തേതിനേക്കാൾ തണുപ്പാണ്. മറ്റ് വെളിച്ചങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഇടനാഴികളിലൂടെ ഊർത്തിറങ്ങുന്ന വെളിച്ചമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, സത്യം പറഞ്ഞ നിനക്ക് ലൈറ്റ് ഇല്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ലൈറ്റ് ഇവിടുന്ന് വരുന്നുണ്ട്. ലൈറ്റ് വരുന്നത് ഈ സൈഡിൽ വിൻഡോ ഉണ്ട്. ആ വിൻഡോ പണ്ടത്തെ ബുദ്ധന്മാരിരുന്ന സ്ഥലമാണ്. പണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവർക്കുള്ള അക്കോമഡേഷനും ഇവിടെ തന്നെയായിരുന്നു. ബീറ്റിൽസ് ആശ്രമത്തിലൂടെ നടന്ന് എത്തിയത് ഗംഗയുടെ തീരത്തേക്കാണ്. ഉയരത്തിൽ നിന്ന് ഗംഗാ നദിയും തീരത്തുള്ള ഋഷികേശ് നഗരവും. കുറേ കറങ്ങിയപ്പോൾ ചൂട് കാരണം ടയേർഡായി. അങ്ങനെ ലഞ്ച് കഴിച്ച് റൂമിലേക്ക് വന്നു. വൈകിട്ട് ഋഷികേശിലെ ഫേമസ് ഗംഗാ ആരതി കാണാൻ പോകണം. ബട്ട് ട്രാഫിക്കിൽപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ആരതി കഴിഞ്ഞു. പക്ഷേ അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നാമജപങ്ങൾ വലിയ ആഘോഷവേളകളാണ്. അങ്ങനെ അതും കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. എന്തായാലും ഋഷികേശ് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. അഡ്വഞ്ചർ, പീസ്, സെലിബ്രേഷൻസ്, സ്പിരിച്വാലിറ്റി എല്ലാത്തിൻ്റെയും ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ.